ധ്യാന സമയത്ത് ധ്യാനി നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം നല്ല രീതിക്ക് പ്രൊമോഷൻ വന്നു. ധ്യാൻ തന്നെ അത് കഴിയുമ്പം ഈ സിനിമയെക്കുറിച്ച് തിരിച്ചു പറയാൻ തുടങ്ങി. അതെങ്ങനെയാണ് അതിന് പിന്നെ കിട്ടിയിട്ടില്ലാത്ത ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെങ്ങനെയാണ് വിനീത് ഉൾക്കൊണ്ടത്? അല്ല, അതൊന്നും എന്താ പറയുക, അതൊക്കെ ആ സമയത്ത് സംഭവിച്ച കാര്യം എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് വിടുക, അത്രേ ഉള്ളൂ. അത് ധ്യാനുമായിട്ട് സംസാരിച്ചോ? ധ്യാനിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാളിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാവുന്ന ആള് ധ്യാൻ തന്നെയാണ്. അതുകൊണ്ട് ധ്യാനോട് സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, അവൻ പറയും. അവൻ തന്നെ പല സ്ഥലത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ അത് ആലോചിച്ചിട്ട് അവനെ തന്നെ ഞാൻ കാരണം ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൻ ചിന്തിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഒരു സിനിമ, അതൊരു സീസൺ, അത് കഴിഞ്ഞു, പിന്നെ അടുത്ത സിനിമയിലേക്ക് മാറുകയാണ്. അത്രേ ഉള്ളൂ. ഇനി ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്, ഇനി ഒരു ഡയറക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പല ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു വലിയ ആർട്ടിസ്റ്റിനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെ വെച്ച് ചെയ്യാനാണ് വിനീതിന് ഇഷ്ടം? എനിക്ക് കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ലീഡ് ആക്ടേഴ്സിൻ്റെ കൂടെയും ഒന്നും കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി തീർച്ചയായിട്ടും. പിന്നെ അത് കൂടാണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആസിയുടെ കൂടെ, ആസി ഞാനും നല്ല ഫ്രണ്ട്സാണ്. എനിക്കെപ്പോഴും ആ ഒരു ആഗ്രഹം ഒരു സൈഡിലുണ്ട്. ആസിയുടെ കൂടെ എപ്പോഴെങ്കിലും ഒരു സിനിമ എന്നുള്ളതുണ്ട്. പിന്നെ സബ്ജക്റ്റിനനുസരിച്ച് ഷാനുവിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഫാദിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു സംഗതി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സബ്ജക്റ്റും എല്ലാം റെഡിയായി വരണമല്ലോ. ആസിഫിനെ വെച്ച് നമുക്ക് ഏറ്റവും ആദ്യം ആസിഫിനെ വെച്ച് പ്രതീക്ഷിക്കാം. നിവിനുമായിട്ട് ഒരു സംഗതി ഞാനും നിവിനും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഐഡിയ മാത്രമേ ആയിട്ടുള്ളൂ. അത് സ്ക്രിപ്റ്റിലോട്ടൊന്നും ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂട്ടുകെട്ടുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അത് മാറ്റമൊന്നുമില്ല. അങ്ങനെ എല്ലാം സംഭവിക്കട്ടെ. സനോര കേട്ടല്ലോ, ഇപ്പം അഭിനയത്തിലേക്കാണ്. ഞാൻ അതിനു വേണ്ടി ഇപ്പം ചോദിച്ചു, എത്ര സിനിമകളിലേക്കാണ് പോകുന്നുണ്ട്? അതൊന്ന് കൂടെ പിടിച്ചോണം. എനിക്ക് എന്ത് വന്നാലും ബോണസാണ്. ഏതെങ്കിലും മേഖലയിലേക്ക് ഇതിൽ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണം എന്നൊന്നും ആയിരിക്കില്ല. അഭിനയം എങ്ങനെയുണ്ട്? സുഖമല്ലേ? കുറച്ച് ടെൻഷൻ ഉണ്ട്. എല്ലാം കുറെ ആൾക്കാരും പാടുന്ന പോലെ അല്ലല്ലോ ഈ അഭിനയിക്കല്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി. പക്ഷെ കുഴപ്പമില്ല. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സീൻ ഓർക്കുവാണെങ്കിൽ, ലൊക്കേഷൻ ഉണ്ടായ ഒരു അനുഭവം ഓർക്കുവാണെങ്കിൽ ഏതായിരിക്കും പറയാൻ പറ്റുമോ? സായ ആക്ച്വലി ഒരു 1-2 ദിവസമല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ഒന്ന് ഓർത്തെടുക്കുമ്പോഴേക്കും ഷൂട്ട് കഴിഞ്ഞു. ഞാൻ സത്യം പറയാൻ പറ്റില്ല, ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു. പക്ഷെ സായയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ പടത്തില്. ഓരോരോ സ്ഥലത്തായിട്ടാ സായ വരിക. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഫുള്ളായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ വന്ന സമയത്ത് ഇതേമാതിരി ഡയലോഗ് തന്ന് എന്നിട്ട് ഓക്കെ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ദൈവമേ തുടങ്ങിയ ഇങ്ങനെയായിപ്പോയി എനിക്ക്. ഞാൻ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. ലൈക്ക് അതൊരു നല്ലൊരു ഇതായിട്ട് എടുത്തു. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ആക്ടർ ആയിട്ട് ഇരിക്കണം അങ്ങനത്തെ തോട്ടല്ല എനിക്കില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്കെപ്പോഴും സിംഗിങ്, മ്യൂസിക്, ലൈവ് ഷോസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പം അത് വേറെ തന്നെ ഒരു ലഹരിയാണ് ആക്ച്വലി. അതിന്റെ കൂടെ ഇത് ഡബിങ് ചെയ്യുന്നുണ്ട്. അപ്പം എവറിതിങ് ഗിവ്സ് മീ ഹൈ. അത് എൻജോയ് ചെയ്യാം, അങ്ങനെ പോവാം. ഈ ട്രാവലിന്റെ ഇടയ്ക്ക് സിനിമകൾ കാണാനുള്ള സമയം കിട്ടാറുണ്ട്? തിയേറ്ററിൽ പോയി സിനിമ കാണൽ കുറവാണ്. സിനിമകൾ കാണുന്നത് ഭയങ്കര കുറവാണ് ആക്ച്വലി. സീരീസ് ഒക്കെ കുറച്ചൊക്കെ ഇരുന്ന് കാണും. എന്താ ഞാൻ ആക്ച്വലി ഈ വേൾഡിലെ എല്ലാം നടക്കും ഞാൻ തോന്നാറുണ്ട്. പല ഏരിയാസിൽ പല ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് പല കോൺവെർസേഷൻസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ന്യൂസ് കാണാറില്ല. ന്യൂസ് ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു. ബിക്കോസ് ഒരുപാട് ടോക്സിസിറ്റി ഉണ്ട്. എന്തായാലും നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എന്റെ മെന്റൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഞാൻ മാക്സിമം കട്ട് ഓഫ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സമയം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ എല്ലായിടത്തും പറയും ഞാൻ വേറൊരു വേൾഡിലാണ് ഉള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ വരും, തിരിച്ചു പോകും. എന്റെ വേൾഡ് ഞാൻ ഹാപ്പിയാ. ചിലപ്പോ എന്റെ ആ ലോകം വളരെ സുന്ദരമാണ്. അല്ല, അത് എല്ലാവർക്കും അവരുടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, അവരുടെ യാത്രയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇന്നും കേരളമാണ്. കേരളത്തിന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ച് തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു ഉപദേശം. ഇതൊരു ഫേസ് ആയിരിക്കാം.
ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു ഫേസ് ആയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറുമായിരിക്കും. അങ്ങനെയായിരിക്കും. മാറ്റങ്ങൾ സംഭവിക്കട്ടെ. മാറ്റങ്ങൾ സംഭവിക്കും ഉറപ്പായിട്ടും. ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഉറപ്പായിട്ടും തിരിച്ചു വരേണ്ടി വരും. എവിടെ പോയാലും താഴെ ഒന്നില്ല ട്രോഫി പിടിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എന്ന് പറഞ്ഞാല് പിന്നെ ഇടപെടേണ്ട സമയങ്ങൾ വരുമ്പോ ഇടപെടാറുണ്ടല്ലോ, ഇടപെട്ടിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് ഇടപെടാറുണ്ടല്ലോ. സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇടപെടലുള്ള കാര്യം വരുമ്പോ ഒരു ഇടപെടൽ ഞാൻ നടത്തിക്കോട്ടെ. ട്വിസ്റ്റ് വന്നേണ്ട. തുടക്കടിയില്ല, അതൊരു ഇടപെടൽ പറഞ്ഞപ്പോ ഒരു ഇടപെടലിലേക്ക് ഞാൻ ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാ പോണ. പോയിക്കോട്ടെ. ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസൺ ഉണ്ടായ കുറേ വിവാദങ്ങളുണ്ട് അല്ലേ? അല്ല, ആനി റോസിന്റെ വിഷയം, കോച്ചയെ അറസ്റ്റ് ചെയ്ത വിഷയം, ഈ വിഷയങ്ങൾ. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്, അതിന് ആർക്കുമില്ല. ഞാൻ ഡ്രസ്സ് എന്ത് ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകളും അതുപോലെയാണ്. അതിൽ പോച്ച പറഞ്ഞ ഒരു വലിയ പ്രശ്നമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുമായിട്ട് വന്ന് സൈനോരയ്ക്ക് എന്താണ് തോന്നിയത്? ഈ പറഞ്ഞ മതി, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റാണ്. ഒരു ശരീരം എങ്ങനെ ഒരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന്, അതാണ് ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. ഇത് എൻ്റെ ബോഡിയാണ്, എൻ്റെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എന്നുള്ളത്. ഞാൻ അത് ധരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതിൽ നല്ലത് ചീത്ത ഒക്കെ ഉണ്ട്. ചിലപ്പം അങ്ങനെ വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഡ്രസ്സ് ചെയ്ത് നടക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി വസ്ത്രധാരണം എന്ന് പറയുന്നത്, എസ്പെഷ്യലി മലയാളികൾക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നോമായിട്ട് മാറുന്നത്. ഒരു സ്ത്രീ ശരീരത്തിന് എപ്പോഴും നമ്മളൊരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടും എപ്പോഴും അങ്ങനെയാണെന്ന് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പം അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ചിലപ്പം അത് വിചാരിക്കില്ല. ചിലപ്പോൾ അവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷനെ മനസ്സിലാക്കാതിടത്തോളം അത്രയും എക്സ്പാൻസീവ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചുരുക്കിയിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചുരുക്കി ചിന്തിക്കുന്ന ആൾക്കാർ അവനവൻ തന്നെ വിചാരിക്കണം, ഓക്കെ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് അയാളുടെ എക്സ്പ്രഷനാണ്. അതിന് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മോശമായിട്ടൊരു തോട്ട് വരുന്നത് എന്നുള്ളത് അവനവൻ ചിന്തിച്ചിട്ട് അതൊരു ഇൻവേർഡ് ജേർണി ആയിട്ട് പോകണം. എവിടെയാണ് അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നത്, ഏത് ഏരിയയിലാണ് എൻ്റെ കോൺഷ്യൻസ് ഇതിന് അഗൻസ്റ്റ് ആയിട്ട് തോട്ട് വരുന്നത്. അപ്പം ഇറ്റ് ഇസ് നോട്ട് നമ്മൾ പുറമേ റിവോൾട്ട് ചെയ്ത് ജയ് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് പോയി എവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നത്, ഏത് കണ്ടീഷനിങ്ങിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവനവൻ തന്നെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങൾ വരും. ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ ഒരു നിയമവ്യവസ്ഥയിൽ, സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ നിയമവ്യവസ്ഥയിൽ പുരുഷന്മാർക്ക് അത്ര നിയമവ്യവസ്ഥയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞിട്ട് പല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ കുറേ ആളുകളുടെ പേര് പറയുക, ഇത് പറയുക, പിന്നീട് അയാൾ നിരപരാധിയാകുന്നു തെളിയുന്നു. നിവിൻ്റെ തന്നെ പോയിന്റ് നമ്മൾ പറയാം, നിവിൻ വെറുതെ നിവിനെ ഇട്ട് വരുത്തി നിവിൻ നിരപരാധിയെന്ന് കോടതി വരെ എത്തിയിരിക്കുന്നു. പിന്നീട് ആ പറഞ്ഞ സ്ത്രീക്ക് ഒരു ശിക്ഷാ നടപടി പോലും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നു. അത്ര ഒരു നടപടി അതിനുവേണ്ടിയാണ് ഇപ്പം രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഉള്ളവർ കമ്മീഷൻ വരുന്നത്. അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ആക്ച്വലി അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയിൽ ഇത് സംസാരിക്കണം. അതിലേക്കൊന്ന് ടെസ്റ്റ് വന്നപ്പോ ഞാൻ സത്യം പറയട്ടെ, ഇത് ഇങ്ങനത്തെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കണ്ടൊരു ഇൻട്രസ്റ്റ് വന്നു. എല്ലാവരും ഓക്കെ എന്തായാലും സംസാരിക്കാം, അടുത്ത എന്താണ് പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത് നിർത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊരു കാര്യം എഴുതി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതിനെ ഒപ്പോസ് ചെയ്യാനും അതിനെ അനുകൂലിക്കാനുമുള്ള ആൾക്കാരും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മനസ്സിലായോ? ആ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തത്. ബിക്കോസ് അത് എന്റെ മാത്രം തോട്ടാണ്, അത് ഞാൻ നിങ്ങളത് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാ ഈ ഒരു ജാതി ജാതകത്തിന്റെ ഈ ഒരു ജാതകം പോലെ ഇത് പോകണം. അതെ, അതിന്റെ ഇടയിൽ ഇത് നിങ്ങൾ വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കണ്ടു. ഇതിന്റെ പ്രൊമോഷൻ അല്ലേ? അല്ല, ഞാനത് ഡിബേറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി അതിനെ വേറൊരു തരത്തിൽ ചിന്തിച്ച് പിന്നെയോ അതിനകത്ത് ഇങ്ങനെ എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര ടോക്സിസിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി വേൾഡിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഈ കെയോസ്. അതിന്റെ ഇടയിൽ നമ്മളും കൂടി ഒരു തുള്ളി ഉറ്റിക്കരുതാണ് എന്റെ ഇപ്പത്തെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. നമുക്ക് കുറച്ചും കൂടി അതിനെ പീസ്ഫുൾനെസ് കൊണ്ടും അല്ലെങ്കിൽ ഒരു കമ്പാഷൻ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും. നമ്മളെ എതിരെ ഇന്ന് ഇരിക്കണ ഒരാളെ നമുക്ക് എങ്ങനെ വിധത്തിൽ നമുക്ക് ആക്ച്വലി നമുക്ക്
ചെയ്യാൻ പറ്റും. നമ്മൾ അവരെ ഒരു കമ്പാഷനറ്റ് ആയിട്ട് കാണണം. ഈ ലോകത്തിന് അതാണ് കൂടുതൽ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.